അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആദ്യത്തെ ഒരു സ്പിരിച്വൽ ജേണി എന്ന് പറയുന്നത് നമ്മളിന്ന് പോകുന്നത് ഇവിടെ അടുത്തുള്ള ശ്രീ മാങ്കുളങ്ങര വിഷ്ണു ക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ക്ഷേത്രം വരെ പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ നമ്മളുടെ വീടിൻ്റെ കാടാമ്പുഴയാണ് എൻ്റെ വീട്. അവിടെ നിന്ന് ഒരു 10 രൂപയ്ക്ക് പോകേണ്ട അത്രയും 10 രൂപ ചാർജിന് നമുക്ക് ബസ്സിന് അവിടോട്ട് എത്താം കേട്ടോ. കുറച്ചൊരു ഉള്ള ഏരിയ ആണ്. ഇവിടെ നരസിംഹമൂർത്തി ഭാവത്തിലിരിക്കുന്ന വിഷ്ണുവാണുള്ളത്. അപ്പോൾ നമ്മളവിടെ തൊട്ടടുത്ത് പാടമൊക്കെ ഉണ്ട് കേട്ടോ. പാടത്തിന് നടുക്കാണ് ക്ഷേത്രം ഇരിക്കുന്നത്. അപ്പോൾ ഇത് ക്ഷേത്രക്കുളം ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ കുളത്തിൽ കാല് കഴുകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ ഭയങ്കര വഴുക്കലാണ്. പൂപ്പൽ പിടിച്ചിരിക്കുക, പായലൊക്കെ പിടിച്ചിരിക്കുകയാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല, കാല് വെറുതെ കഴുകി പിന്നെ ക്ഷേത്രത്തിനകത്ത് തൊഴുത്. ഇത് പുറത്തുള്ള ശാസ്താവിൻ്റെ അയ്യപ്പൻ്റെ ചെറിയൊരു ക്ഷേത്രമാണ്. അത് കഴിഞ്ഞ് പ്രദക്ഷിണമൊക്കെ വച്ച് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. ഭയങ്കര ഒരു കൂളായിട്ടുള്ളൊരു ഏരിയ ആണ്. അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ കാടാമ്പുഴ വന്നതിന് ശേഷം ക്ഷേത്രത്തിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്ന് കോട്ടയ്ക്കൽ വരെ പോകാമെന്ന് കരുതി കോട്ടയ്ക്കലോട്ട് വന്ന്. അവിടെ ഒരു ഉദ്യാനമുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെറുതെ ഒന്ന് നടക്കാം. ഭയങ്കര ചൂടാണ്, ഭയങ്കര വെയിലായിരുന്നു. പക്ഷേ അതുവഴി ഇങ്ങനെ നടന്ന് അവിടെ തൊട്ടടുത്തൊരു ചെറിയ ഒരു തോട് പോലെ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പാടാണ് കേട്ടോ അതും ഏരിയ. അപ്പോൾ ഒരു തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട് ചൂടുണ്ടെങ്കിലും. അപ്പോൾ അവിടെ കുറച്ച് സമയമൊക്കെ നിന്ന് വെറുതെ വെള്ളത്തിൽ നോക്കി, മീനൊക്കെ പോകുന്നത് നോക്കി, കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ ഈ ഒരു സൺഡേ നമ്മളൊരു സ്പിരിച്വൽ യാത്രയൊക്കെ നടത്തി അങ്ങനെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു കേട്ടോ.